നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കടച്ചക്ക കറിയാണ്. കടച്ചക്ക വറുത്തരച്ച് വയ്ക്കുന്നത്. കടച്ചക്ക നന്നാക്കി കഴുകി വെച്ചിരിക്കുന്നു. അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് സബോള അരിഞ്ഞതും പച്ചമുളകും ഇഞ്ചിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇത് വേവിക്കുക. വേപ്പില ഇട്ട് വേവിക്കുക. അതിനുശേഷം നമുക്ക് നാളികേരം വറുത്തരച്ച് അതിൽ ചേർക്കുക. കടച്ചക്ക നന്നായി വെന്തിട്ടുണ്ട്. നല്ല മൂത്ത കടച്ചക്ക ആയതുകൊണ്ട് നന്നായി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിത് ഇപ്പോൾ നാളികേരം വറുക്കാനായിട്ട് അടുപ്പത്ത് വെച്ചേക്കുക. അതിൽ കുറച്ച് പെരിഞ്ചീരകം കൂടെ ചേർത്ത് നമ്മൾ വറുക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മുടെ നാളികേരം ഏകദേശം മൂത്ത് തുടങ്ങി. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച മസാല ഒക്കെ ചേർത്ത് നമ്മുടെ വറുത്തര ഒക്കെയുള്ള നാളികേരം റോസ്റ്റായിട്ടുണ്ട്. നമ്മളപ്പോൾ എണ്ണ പോലെ അരച്ചത് കണ്ടത്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു. ഇത് ശരിക്കും അമ്മിയിലാണ് അരക്കേണ്ടത്. ഇതിപ്പോൾ നമ്മൾ അമ്മി ഇവിടെ ഉപയോഗിക്കാറും, അമ്മിയൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളിപ്പോൾ ഉപയോഗിക്കാത്തത് കൊണ്ട് നമ്മൾ മിക്സിയിലാണത് അരച്ചെടുത്തത്. ഇനി ഇത് മിക്സ് ചെയ്യുക. അരപ്പ് ചേർത്തിട്ട് തിളയ്ക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അതിന് ഒരു സൈഡിൽ ഉള്ളി കാച്ചുക. അപ്പോൾ നമ്മുടെ കൂട്ടാൻ്റെ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് കറി നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി മൂപ്പിച്ച് ഒഴിച്ചിട്ടുണ്ട്. വറുത്തരച്ച കടച്ചക്ക കറി റെഡിയായി. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി അച്ചാറുണ്ടാക്കാം. നമ്മൾ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ. അതിലേക്ക് അച്ചാർ പൊടിയും കാശ്മീരി പൊടി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില. നല്ലെണ്ണയിലാണ് നമ്മൾ കടുക് പൊട്ടിക്കുന്നത്. കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും നമ്മളതിലേക്ക് ഇഞ്ചി, പച്ചമുളകും വേപ്പിലയും ചേർക്കുക. ഇതിലേക്ക് ഇനി നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടുക. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴൻ്റെ അതിൻ്റെ പച്ച ഒരു വെള്ളം ജലാംശമൊക്കെ ഒന്ന് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ നല്ല ഡ്രൈ ആക്കരുത്, അല്ലാതെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് അച്ചാർ പൊടി ചേർക്കാം. അച്ചാറുണ്ടാക്കുന്നതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഈ സൈഡിൽ മീനും വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഉണക്കമാന്തലാണ് വറുക്കാനായിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി ഒരുവിധം ഡ്രൈ ആയിട്ട് വന്നു തുടങ്ങി. അധികം ഡ്രൈ ആകരുത്. ഇതിലേക്ക് നമുക്ക് അച്ചാർ പൊടി ചേർക്കാം. പാകത്തിന് ഉപ്പും ചേർക്കണം. ഇതിലേക്ക് ഇനി കുറച്ച് വിനാഗിരി ചേർക്കുക. ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര, അല്ലെങ്കിൽ പഞ്ചസാരയാണേലും ലേശം ചേർക്കുക. കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് നമുക്ക് കുഴമ്പ് പാകത്തിലാക്കാം. അപ്പോൾ അതേ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഞാൻ വെള്ളം ചേർത്തു, അതുപോലെ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തു, പിന്നെ ഒരു ലേശം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നമ്മുടെ വെളുത്തുള്ളി അച്ചാർ നല്ല സ്മെല്ലൊക്കെ വന്ന് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി സ്റ്റൗ വന്നിട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ ഉച്ചത്തെ കറികളൊക്കെ റെഡിയായി. അപ്പോൾ നമ്മുടെ വറുത്തരച്ച കടച്ചക്ക കറി, വെളുത്തുള്ളി അച്ചാർ, മാന്തൽ വറുത്തത്, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചത്തെ ഊണിൻ്റെ വിഭവങ്ങൾ. ഇനി മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ മഴ പെയ്ത് അപ്പം തന്നെ കറണ്ട് പോക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ സബ് ചെയ്യുക, അതുപോലെ വീഡിയോസ് ഫുള്ള് കാണുക, അതുപോലെ കമൻ്റ് ഇടുക. എപ്പോഴും നമ്മുടെ കൂടെ നമ്മുടെ ഈ